ഹായ് ഓൾ, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് NIOS സെക്കൻഡറി മാത്തമാറ്റിക്സിലെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. രണ്ട് വസ്തുക്കൾ ഒരുപോലെയാണ് എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? ഇപ്പോൾ ഈ ഒരു പേനയും ഈ ഒരു വിരലും ഒരുപോലെയല്ല, അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഏതെങ്കിലും ജോമെട്രിക്കൽ ഫിഗേഴ്സ് എടുക്കുകയാണെങ്കിൽ അത് രണ്ടും ഒരുമിച്ചാണ് എന്ന് പറയണമെങ്കിൽ ചില കണ്ടീഷനും കാര്യമൊക്കെ. രണ്ട് നാണയങ്ങൾ എടുക്കുക, ഒരു രൂപയുടെ നാണയം, 2 രൂപയുടെ നാണയം. അത് രണ്ടും എടുത്ത് ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും അത് ഒരുപോലെയാണോ അല്ലയോ എന്നുള്ളത്. ഇങ്ങനെ ഒരുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഒരുപോലെയുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനാണ് കോൺഗ്രുവൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ നോക്കൂ. The geometrical figures which have same shape and same size are called congruent figures and the property is called congruency. അതായത് ജോമെട്രിക്കൽ ഫിഗേഴ്സ് അത് ഏത് ഷേപ്പിലുള്ളതും ആയിക്കോട്ടെ, ഏത് ഫിഗറും ആയിക്കോട്ടെ, രണ്ട് ജോമെട്രിക്കൽ ഫിഗേഴ്സ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് പറയണം. അതെപ്പോഴാണ് പറയുക? അല്ലെങ്കിൽ രണ്ട് ജോമെട്രിക്കൽ ഫിഗേഴ്സ് സൈസിലും ഷേപ്പിലും ഒരുപോലെയാണെങ്കിൽ അതിനെ നമ്മൾ കോൺഗ്രുവൻസ് എന്ന് പറയുന്നു. എങ്ങനെയാണ് സൈസിലും ഷേപ്പിലും ഒരുപോലെയാണ് എന്ന് പറയുന്നത്? നോക്കൂ, രണ്ട് ട്രയാങ്കിൾസ് എടുക്കുക അല്ലെങ്കിൽ രണ്ട് റെക്റ്റാങ്കിൾസ് എടുക്കുക. രണ്ട് റെക്റ്റാങ്കിൾ എടുക്കുന്നു. ഒന്ന് രണ്ടിൻ്റെയും വലിപ്പം സെയിം ആണ്, രണ്ടിൻ്റെ ഷേപ്പ് സെയിം ആണ്. രണ്ട് റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും ഷേപ്പ് സെയിം ആണ്. പക്ഷേ രണ്ടിൻ്റെയും ലെങ്ത്തും കൂടി സെയിം ആകുമ്പോഴേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഇത് കോൺഗ്രുവൻസ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ടിൻ്റെയും സൈസ് സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് കോൺഗ്രുവൻസ് എന്ന് പറയാൻ സാധിക്കില്ല. രണ്ട് സർക്കിൾ എടുക്കുന്നു, അപ്പോൾ രണ്ടിൻ്റെയും ഷേപ്പ് സെയിം ആണ്, പക്ഷെ സൈസും കൂടി ക്ലിയർ ആയാലേ, സൈസും കൂടി ഒരുമിച്ചായാലേ, ഒന്നായാലേ നമുക്കതിനെ കോൺഗ്രുവൻസ് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. രണ്ട് സ്ക്വയറുകൾ എടുക്കുന്നു, അപ്പോൾ സ്ക്വയർ എടുക്കുമ്പോൾ ഷേപ്പ് സെയിം ആണ്, അതുപോലെ തന്നെ അതിൻ്റെ സൈസും കൂടി സെയിം ആണെങ്കിൽ നമുക്കതിനെ കോൺഗ്രുവൻസ് എന്ന് പറയാം. ഇനി നോക്കൂ, എങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്? രണ്ട് ഫിഗേഴ്സ് എപ്പോഴാണ് കോൺഗ്രുവൻസ് ആകുന്നത്? Congruent figures when placed one another. Congruent figures when placed one another. ഒന്ന് മറ്റൊന്നിന് മുകളിലായിട്ട് വെക്കുമ്പോൾ exactly coincide with one another or cover each other എന്ന് പറയും. അതായത് ഞാൻ ഈ ഒരു പേന എടുക്കുന്നു, ഇതുപോലെ തന്നെ മറ്റൊരു പേന എടുക്കുന്നു, അത് രണ്ടും ഒരുപോലെ വെക്കുമ്പോൾ, ഒന്നിന് മറ്റൊന്നിന് മുകളിൽ വെക്കുമ്പോൾ അതിനെ കവർ ചെയ്യുന്ന, ഒരുപോലെ നിൽക്കുകയാണെങ്കിൽ അതിന് നമുക്ക് കോൺഗ്രുവൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇൻ അതർ വേർഡ്സ്, ടു ഫിഗേഴ്സ് വിൽ ബി കോൺഗ്രുവൻറ്റ്. രണ്ട് ഷേപ്പുകൾ, രണ്ട് ജോമെട്രിക്കൽ ഫിഗേഴ്സിന് നമ്മൾ കോൺഗ്രുവൻറ്റ് എന്ന് വിളിക്കും. എപ്പോഴാണ്? ഇഫ് പാർട്സ് ഓഫ് വൺ ഫിഗർ ആർ ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് ദ അതർ. ഒന്നിൻ്റെ പാർട്ട് മറ്റൊന്നിനോട് ഈക്വൽ ആകുമ്പോൾ, ഇപ്പോൾ നമ്മൾ രണ്ട് റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഒന്നിൻ്റെ സൈഡ് എന്ന് പറയുന്നത് മറ്റൊന്നിൻ്റെ സൈഡുമായിട്ട് ഈക്വൽ ആണെങ്കിലാണ് അതിനെ കോൺഗ്രുവൻറ്റ് ഫിഗേഴ്സ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. വ്യത്യസ്തമായ ഷേപ്പുകൾ കോൺഗ്രുവൻറ്റ് ആകണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ ഉണ്ട് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. നോക്കൂ, രണ്ട് ലൈൻ സെഗ്മെന്റ്സ് അത് കോൺഗ്രുവൻറ്റ് ആകണം. എപ്പോഴാണ്? ഈക്വൽ ലെങ്ത് ആകുമ്പോൾ. അതായത് എ മുതൽ എ ടു ബി എന്ന് പറയുന്ന ഈ ഒരു ലൈൻ സെഗ്മെന്റ് ഇത് 5 സെന്റിമീറ്റർ ആണ് എങ്കിൽ ഇതും ഈ പറയുന്ന സി ഡിയും കോൺഗ്രുവൻറ്റ് ആകണമെങ്കിൽ ഇതും 5 സെന്റിമീറ്റർ ആയിരിക്കണം. ഇനി ഇതിന് പകരം ഇവിടെ നമുക്ക് 5.5 ആണ് എങ്കിൽ ഒരേ ഷേപ്പാണ്, പക്ഷെ ലെങ്ത് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് കോൺഗ്രുവൻറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. നേരെ തിരിച്ച് രണ്ടും 5 ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിനെ കോൺഗ്രുവൻറ്റ് എന്ന് പറയാം. അപ്പോൾ രണ്ട് ലൈൻ സെഗ്മെന്റ്സ് കോൺഗ്രുവൻറ്റ് ഫിഗർ ആണ് എങ്കിൽ അങ്ങനെ പറയണമെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ലെങ്ത് ആയിരിക്കണമെന്നാണ്. ഇനി രണ്ടാമത്തത് നോക്കൂ, നമ്മൾ സാധാരണ പറയാനുള്ള സ്ക്വയർ. ഇതും ഈ പറയുന്നതും കോൺഗ്രുവൻറ്റ് ഫിഗർ ആകണമെങ്കിൽ എന്തായിരിക്കണം? ഇഫ് ദെയർ സൈഡ്സ് ആർ ഈക്വൽ. ഈ സൈഡുകൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഈ പറയുന്ന സൈഡും ഈ പറയുന്ന സൈഡുകളെല്ലാം ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് നമുക്ക്
ഇതിനെ കോൺഗ്രുവൻ്റ് ഫിഗർ എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ലൈൻ സെഗ്മെന്റിന്റെ കേസിൽ നമ്മൾ ലെങ്ത് സെയിം ആയിരിക്കണം. അതുപോലെ നമ്മുടെ സ്ക്വയറിന്റെ കേസിൽ എന്തായിരിക്കണം, നമ്മുടെ സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. ഇനി ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ, ഒരു സർക്കിൾ ആണെങ്കിൽ എന്തായിരിക്കണം, സർക്കിൾ ആണെങ്കിൽ അതിന്റെ റേഡിയസ് സെയിം ആയിരിക്കണം. രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്, ഷേപ്പ് ഓക്കെയാണ്, പക്ഷെ അതിന്റെ ലെങ്ത്, റേഡിയസിന്റെ ലെങ്ത്തും കൂടി ഈക്വൽ ആണെങ്കിൽ അതിനെ കോൺഗ്രുവൻ്റ് ഫിഗർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഒരു ട്രയാങ്കിളിന് എങ്ങനെയാണ് കോൺഗ്രുവൻ്റ് എന്ന് വിളിക്കുക? നോർമൽ കേസിൽ ഒരു ട്രയാങ്കിളിനെ നമ്മൾ കോൺഗ്രുവൻ്റ് എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അത് മാത്രമല്ല അവക്കിടയിലുള്ള ആംഗിൾ കൂടി ഈക്വൽ ആയിരിക്കണം. അതായത് മറ്റു ഫിഗറുകളേക്കാൾ കൂടുതൽ കണ്ടീഷൻസ് ആണ് നമ്മുടെ കോൺഗ്രുവൻസിക്ക് ഈ പറയുന്ന ട്രയാങ്കിൾസിലുള്ളത്. നമ്മുടെ സൈഡ്സ് ഈക്വൽ ആയിരിക്കണം, അതുപോലെ തന്നെ ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. പക്ഷേ എല്ലാ കേസിലും ഇങ്ങനെയല്ല. സൈഡ്സ് ഈക്വൽ അല്ലാത്ത, നമുക്ക് എപ്പോഴും നമ്മുടെ സൈഡ്സ് ഈക്വൽ ആകണം എന്നില്ല, അല്ലെങ്കിൽ എല്ലാ സൈഡ്സും നമുക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ചില സൈഡുകൾ മാത്രമേ തന്നിട്ടുള്ളൂ, ചില ആംഗിളുകൾ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ എങ്ങനെയാണ് ഇത് കോൺഗ്രുവൻസ് ആണ് എന്ന് നമ്മൾ കണ്ടെത്തുക? അപ്പൊ ഇങ്ങനെയുള്ള 2-3 ട്രയാങ്കിൾസിന്റെ ഫിഗർ തന്ന് ഇത് കോൺഗ്രുവൻസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഏതൊക്കെ ക്രൈറ്റീരിയകളാണ് നമ്മൾ അവിടെ പരിഗണിക്കേണ്ടത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നാഷണൽ അക്കാദമി ക്ലാസ്സിൽ, നമ്മുടെ ആപ്പിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ ആപ്പ് സന്ദർശിക്കുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.